ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് ഖത്തറിലേക്കാണ്. കൂടുതലും ലോക്കൽ ഹയറിംഗ് ആണ്. ഇന്റർനാഷണൽ ആയിട്ടും ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഖത്തറിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റീൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പറഞ്ഞുതരാം. കാരണം എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നെയിം അറിയാലോ, ജോബ്സ് ഫ്രം സെബി തന്നെയാണ്. സെയിം നെയിം തന്നെയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിലോട്ട് കിടക്കാം. ഓക്കെ, ഏകദേശം 13ഓളം വേക്കൻസീസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ ഗ്രാഫിക്സ് ഡിസൈനറിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിന് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഗ്രാഫിക് ഡിസൈനറായിട്ട് എക്സ്പീരിയൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ. ഓക്കെ, അടുത്തത് സെയിൽസ്മാൻ ആൻഡ് ബില്ലിംഗ് ക്യാഷ് ബില്ലിംഗിലേക്ക് ഇരിക്കേണ്ട ഒരാളാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പെയിന്റ് മിക്സിംഗ് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ രണ്ട് വേക്കൻസിയിലേക്കും മെയിനായിട്ടും അറബിക്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു അർജന്റ് റിക്വയർമെന്റ് ഉണ്ട്. ഒരു HSC ഓഫീസറിന്റെ അർജന്റ് റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. 5 ഇയർ മിനിമം എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ. AC ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 5 to 7 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ലോക്കൽ ഹയറിംഗ് ആണ്. ആരെങ്കിലും AC ടെക്നീഷ്യനായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അവർ ലാംഗ്വേജും അതുപോലെ തന്നെ ഡ്രൈവിംഗും പ്രിഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നത് വാൽക്കോ മിഡിൽ ഈസ്റ്റ് എന്ന കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പ്രൊപ്പോസൽ ആൻഡ് എസ്റ്റിമേഷൻ ആൻഡ് സെയിൽസ് ഇതിലേക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ഓക്കെ, പ്രൊഫഷണൽ ഷെഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അത് 5 സ്റ്റാർ ഹോട്ടലിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 33 to 48 ഇയേഴ്സിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ഏജ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഫഷണൽ ഷെഫായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ആണ്. അതുപോലെ തന്നെ QA/QC എഞ്ചിനീയർ, പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻ, അതുപോലെ തന്നെ MEP സ്റ്റോർ കീപ്പർ. അപ്പോൾ സ്റ്റോർ കീപ്പർ ആയിട്ടും ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടും QA/QC മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും കേട്ടോ. ഒരു സ്റ്റോർ മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 5 to 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ HR ആൻഡ് അഡ്മിൻ ഇതിനകത്തേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. മെയിൽ ഓർ ഫീമെയിൽ മസാജ് തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അത് ഇൻസൈഡ് ഖത്തർ ഓർ ഔട്ട്സൈഡ് ഖത്തർ എടുക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു മാൾ മെയിൻ്റനൻസിലേക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എഞ്ചിനീയറിന് മിനിമം MEP ആൻഡ് HVAC വർക്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, 5 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ കൺട്രോളറിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ദോഹയിലോട്ട് 10 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അഡ്മിനിസ്ട്രേഷനിലേക്ക് അഡ്മിൻ HR ഒരു പൊസിഷൻ വേക്കൻസി വന്നിട്ടുണ്ട്. അത് ഫീമെയിലും ആൻഡ് അറബിക് നാഷണാലിറ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എൻവിറോൺമെന്റൽ ഓഫീസർ, അതുപോലെ തന്നെ ലാൻഡ് സർവേയർ, അതുപോലെ തന്നെ സീനിയർ റെസിഡന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അങ്ങനെ 4 സെക്ഷനിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഖത്തറിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റീൽ അയച്ചു കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഏതാണോ ഡീറ്റെയിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇടുക. നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് DM ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാലോ, ജോബ്സ് ഫ്രം സെബി. അത് ജസ്റ്റ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ ബയോയിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് എല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒമാനിൽ നിന്നുള്ള വേക്കൻസീസ് വരുന്നുണ്ട്. ബഹ്റിൻ്റെ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി നമ്മൾ ഇന്നലെ രാത്രി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ബഹ്റിൻ്റെ ടീച്ചർമാരുടെ വേക്കൻസി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നമ്മളുണ്ടാവും കൂടെ. സ്റ്റേ ട്യൂൺ.